സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വളരെ ഗൗരവകരമായൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ചുറ്റും കാണുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. സ്നേഹത്തിനു വേണ്ടി സ്വന്തം ആത്മാഭിമാനം പോലും പണയം വെച്ച് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന പുരുഷന്മാർ. എന്നെ സ്നേഹിക്കൂ, എന്നെ വിട്ടുപോകല്ലേ എന്ന് കരഞ്ഞു വിളിക്കുന്ന ഒരു തലമുറയെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രശാലിയായ ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത് സ്വന്തം വിലയറിയാത്തവനെ ലോകം ബഹുമാനിക്കില്ല എന്നും പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും അങ്ങനെയുള്ളവരെ വെറും അടിമകളായി മാത്രമേ കാണൂ എന്നുമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു പൂമ്പാറ്റയുടെ പിന്നാലെ ഓടുകയാണെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് ഭയന്ന് പറന്നകലുകയേയുള്ളൂ. നിങ്ങൾ എത്ര വേഗത്തിൽ ഓടുന്നുവോ അത്രയും വേഗത്തിൽ അത് അകലും. കാരണം ആരും വേട്ടയാടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ആ ഓട്ടം നിർത്തി മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കാൻ തുടങ്ങിയാലോ, പൂമ്പാറ്റകൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. പെണ്ണുങ്ങളെ വശീകരിക്കാനുള്ള ചെപ്പടി വിദ്യകളല്ല നമ്മളിന്ന് നോക്കുന്നത്. മറിച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടം കൂടുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു ഉന്നതനായ പുരുഷനായി നിങ്ങൾക്കെങ്ങനെ മാറാം എന്ന ചാണക്യതന്ത്രത്തെക്കുറിച്ചാണ്. സ്ത്രീകൾ എപ്പോഴും ആകർഷിക്കപ്പെടുന്നത് പുരുഷന്റെ സൗന്ദര്യത്തിലേക്കോ പണത്തിലേക്കോ മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ ജയിക്കാനുള്ള ശക്തിയുള്ളവരിലേക്കാണ്. ലക്ഷ്യമില്ലാത്ത പുരുഷൻ വിഷമില്ലാത്ത പാമ്പിനെ പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു. ആർക്കും അവനെ പേടിയില്ല, ആർക്കും അവനോട് ബഹുമാനവുമില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റതു മുതൽ രാത്രി വരെ ഒരു പെൺകുട്ടിയുടെ ഫോൺ കോളും കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവൾക്ക് തോന്നുന്നത് സ്നേഹമല്ല, മറിച്ച് പുച്ഛമാണ്. ഇവന് വേറെ പണിയൊന്നുമില്ലേ? ഇവന്റെ ജീവിത ലക്ഷ്യം ഞാൻ മാത്രമാണോ എന്നായിരിക്കും അവൾ ചിന്തിക്കുക. ഒരു സ്ത്രീയും തന്റെ ജീവിതം മുഴുവൻ ഒരു തൊഴിൽ രഹിതന്റെയോ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്തവന്റെയോ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കില്ല. കാരണം അവർ പുരുഷനിൽ നിന്ന് പ്രധാനമായും അന്വേഷിക്കുന്നത് സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ കാമുകി. ഒരു സ്ത്രീക്ക് വേണ്ടി നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പഠനം, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവ മാറ്റിവെക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വലിയൊരു തോൽവിയിലേക്ക് നടക്കുകയാണ്. കാരണം സ്വന്തം സ്വപ്നങ്ങളെക്കാൾ അധികം പെണ്ണിനെ സ്നേഹിക്കുന്നവനെ പെണ്ണുങ്ങൾ വെറും ഒരു കളിപ്പാട്ടമായി മാത്രമേ കാണൂ. നിങ്ങൾ തിരക്കുള്ളവനാകുക. എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല, എനിക്കെന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുണ്ട് എന്ന് പറയുന്ന പുരുഷനെയാണ് സ്ത്രീകൾക്ക് കൗതുകം. അവന്റെ ലോകം അവളിൽ ഒതുങ്ങുന്നില്ല. അവൻ അവളേക്കാൾ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന തോന്നൽ അവളിലുണ്ടാക്കണം. ആ തീയാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നിങ്ങൾ ജയിക്കാൻ തുടങ്ങിയാൽ, പണം വരാൻ തുടങ്ങിയാൽ, അധികാരം കയ്യിൽ വന്നാൽ ലോകം നിങ്ങളുടെ പിന്നാലെ വരും. വിജയിച്ചവനെയാണ് എല്ലാവർക്കും വേണ്ടത് എന്ന സത്യം മറക്കരുത്. അടുത്തതായി ചാണക്യൻ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. സുലഭമായ ഒന്നിനും ഈ ലോകത്ത് വിലയില്ല. വില കൂടിയ വജ്രം ആരും റോഡരികിലിട്ട് വിൽക്കാറില്ല. അത് കിട്ടാൻ പാടാണ്, അതിന് വില കൂടുതലാണ്. കാരണം അത് കിട്ടാൻ പ്രയാസമാണ്. ഇനി നിങ്ങളിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾ എപ്പോഴും അവൾക്ക് ലഭ്യമാണോ? അവൾ വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നു, മെസ്സേജ് അയക്കുമ്പോൾ തന്നെ മറുപടി കൊടുക്കുന്നു, എപ്പോൾ വിളിച്ചാലും ഓടിച്ചെല്ലുന്നു. ഇങ്ങനെ ചെയ്താൽ അവൾക്ക് നിങ്ങളോട് കൂടുതൽ സ്നേഹം തോന്നുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അല്ല സുഹൃത്തെ, അവൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ ഒരു കുടം വെള്ളം കൊടുക്കുന്നവനെ ആരും വിലമതിക്കില്ല. മനുഷ്യന്റെ മനഃശാസ്ത്രമനുസരിച്ച് കിട്ടാൻ പ്രയാസമുള്ളതിനോടാണ് എപ്പോഴും ആഗ്രഹം കൂടുതൽ. നിങ്ങളുടെ സാന്നിധ്യം ഒരു സമ്മാനമായിരിക്കണം, അതെപ്പോഴും കിട്ടുന്ന ഒന്നാവരുത്. നിങ്ങൾ കുറച്ചു സമയം മാറി നിൽക്കൂ. അവൾ നിങ്ങളെ ഓർക്കട്ടെ. അവനിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും, അവൻ ആരുടെ കൂടെയാണ് എന്നവൾ ചിന്തിക്കട്ടെ. ഈ ചിന്തയിലാണ് പ്രണയം ജനിക്കുന്നത്. അമിതമായ അടുപ്പം അവഗണനയ്ക്ക് കാരണമാകും എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വന്തം വില കളഞ്ഞ് ആരുടെയും കാലിൽ വീഴരുത്. നിങ്ങൾ തിരക്കുള്ളവനാണ്, നിങ്ങൾ വിലപ്പെട്ടവനാണ് എന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ കാണിക്കുക. ഫോൺ നോക്കിയിരിക്കുന്ന സമയം കുറയ്ക്കുക. സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടി ആ സമയം ഉപയോഗിക്കുക. നിങ്ങളെ കിട്ടാൻ പ്രയാസമാണ് എന്നവൾക്ക് തോന്നുന്ന നിമിഷം അവൾ നിങ്ങളെ നേടാൻ ആഗ്രഹിച്ചു തുടങ്ങും. പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിയെയല്ല, ഒരു പുരുഷനെയാണ്. ചെറിയ കാര്യത്തിന് പിണങ്ങുക, കരയുക, പരാതി പറയുക, നീ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആണുങ്ങളെ സ്ത്രീകൾക്ക് വെറുപ്പാണ്. വൈകാരികമായി തളർന്ന പുരുഷനെ ഒരു സ്ത്രീക്കും ബഹുമാനിക്കാൻ കഴിയില്ല. ചാണക്യൻ ധീരനായ പുരുഷനെ വിശേഷിപ്പിക്കുന്നത് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. അതായത് എന്ത് സംഭവിച്ചാലും മനസ്സിന്റെ സമനില തെറ്റാത്തവൻ. ഒരു സ്ത്രീ നിങ്ങളെ അവഗണിച്ചാൽ തിരിച്ചവളോട് ദേഷ്യപ്പെടാനോ കരയാനോ നിൽക്കരുത്. മറിച്ച് അത് നിങ്ങളെ ബാധിച്ചിട്ടേയില്ല എന്ന ഭാവത്തിൽ നടക്കുക. നിങ്ങളുടെ സന്തോഷം അവളുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നവൾ മനസ്സിലാക്കട്ടെ. ഒരു കപ്പലിന്റെ ക്യാപ്റ്റനെ പോലെയാകണം പുരുഷൻ. കടലിൽ കൊടുങ്കാറ്റ് വരുമ്പോൾ ഭയന്ന് കരയുന്ന ക്യാപ്റ്റനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. കൊടുങ്കാറ്റിലും പേടിക്കണ്ട, നമ്മൾ കരപറ്റും എന്ന് ധൈര്യമായി പറയുന്നവനെയാണ് എല്ലാവരും വിശ്വസിക്കുക.
സ്ത്രീകൾക്ക് വേണ്ടത് ഈ ധൈര്യമാണ്. അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവൻ കൂടെയുണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് തോന്നൽ അവളിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാതെ അവരുടെ മുന്നിലിരുന്ന് സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞ് കരയുന്നവനെ അവൾക്ക് സഹതാപം മാത്രമേ തോന്നൂ, പ്രണയം തോന്നില്ല. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അത് മുഖത്ത് കാണിക്കരുത്. നിഗൂഢമായ ശാന്തമായ പെരുമാറ്റം സ്ത്രീകളെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ്. എന്താണ് ഇവന്റെ മനസ്സിൽ എന്ന് വായിച്ചെടുക്കാൻ കഴിയാത്ത പുരുഷന്മാരോട് സ്ത്രീകൾക്ക് വല്ലാത്തൊരു ഭ്രമമുണ്ടാകും. തുറന്നുവെച്ച പുസ്തകം പോലെ ആകരുത് നിങ്ങളുടെ ജീവിതം. വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിന് പിന്നെ ആരും വില കൊടുക്കില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ ഇവയൊന്നും ആരുമായും പങ്കുവെക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുമായി എന്ന് ചാണക്യൻ പറയുന്നു. പുതിയതായി പരിചയപ്പെടുന്ന ഒരു സ്ത്രീയോട് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതകഥ മുഴുവൻ, പഴയ പ്രണയങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം വിളിച്ചു പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അത് നിർത്തുക. നിങ്ങളെക്കുറിച്ചെല്ലാം അറിഞ്ഞാൽ പിന്നെ അവൾക്ക് നിങ്ങളിൽ എന്ത് കൗതുകമാണ് ബാക്കിയുള്ളത്? കുറച്ചു കാര്യങ്ങൾ മറച്ചുവെക്കുക. നിങ്ങളെക്കുറിച്ച് അറിയാൻ അവൾക്ക് ആകാംക്ഷയുണ്ടാകണം. ചോദ്യങ്ങൾ ചോദിക്കാൻ അവൾക്ക് അവസരം കൊടുക്കുക. നിങ്ങൾ കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. കൂടുതൽ സംസാരിക്കുന്ന പുരുഷന്മാരെക്കാൾ കുറച്ചു സംസാരിക്കുന്ന, എന്നാൽ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് ബഹുമാനം. നിഗൂഢത നിലനിർത്തുക. അതവരെ കാന്തം പോലെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. പെണ്ണിന്റെ സൗന്ദര്യത്തിന് പിന്നാലെ പോകുന്നവൻ വിഡ്ഢിയാണ്. നിങ്ങളൊരു രാജാവിനെ പോലെ ജീവിക്കുക. നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഗ്രഹങ്ങൾ തനിയെ ചുറ്റും കറങ്ങും. അതുപോലെ നിങ്ങൾ ഉന്നതനായാൽ അർഹതപ്പെട്ടവർ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അല്ലാതെ ആരുടെയും പിന്നാലെ പോയി സമയം കളയരുത്. ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ ആരുടെയും രണ്ടാമത്തെ തിരഞ്ഞെടുപ്പല്ല, ഞാനൊരു വലിയ അവസരമാണ് എന്നുറപ്പിക്കുക. എന്നെ കിട്ടുക എന്നത് അവളുടെ ഭാഗ്യമാണ് എന്ന ചിന്തയിലേക്ക് നിങ്ങൾ വളരുക. ഓർക്കുക, ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് പെണ്ണിന്റെ പിന്നാലെ നടക്കാനല്ല, ലോകം വെട്ടിപ്പിടിക്കാനാണ്. ലോകം വെട്ടിപ്പിടിച്ചപ്പോൾ ബാക്കിയെല്ലാം ചന്ദ്രഗുപ്തന്റെ കാൽക്കൽ വന്നു വീണു. ആ ഒരു തീ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. പലരും വിചാരിക്കുന്നത് പണമുണ്ടെങ്കിൽ മാത്രമേ പെണ്ണുങ്ങളെ കിട്ടൂ എന്നാണ്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. പണത്തേക്കാൾ ഉപരിയായി സ്ത്രീകൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. ഒരു സ്ത്രീക്ക് മുന്നിൽ നട്ടെല്ല് വളയ്ക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യമായി പറയുന്ന പുരുഷനെയാണ് അവർക്കിഷ്ടം. അവൾ പറയുന്നതിനെല്ലാം തലയാട്ടുന്ന ഒരു അടിമയെ അവർക്കാവശ്യമില്ല. വിയോജിക്കേണ്ടിടത്ത് വിയോജിക്കാനും തിരുത്തേണ്ടിടത്ത് തിരുത്താനും നിങ്ങൾ തയ്യാറാകണം. ചാണക്യൻ പറയുന്നത് ധീരതയാണ് പുരുഷന്റെ ഏറ്റവും വലിയ ആഭരണമെന്നാണ്. നിങ്ങളുടെ ധീരത എന്നത് യുദ്ധം ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, അത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് കൂടിയാണ്. നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ ഒഴിച്ചോടുന്നവനാണോ അതോ നെഞ്ചുവിരിച്ച് നേരിടുന്നവനാണോ എന്നവൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം എന്നത് നിങ്ങളുടെ നടത്തത്തിലും സംസാരത്തിലും നോട്ടത്തിലും ഉണ്ടാകണം. ആരെയും ഭയക്കാത്ത, ആരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാത്ത ഒരു പ്രകൃതം നിങ്ങൾ വളർത്തിയെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വസ്ത്രധാരണവും വൃത്തിയുമാണ്. ചാണക്യൻ എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനും സുഗന്ധം ഉപയോഗിക്കാനും ഉപദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് കരുതരുത്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ക്ഷേത്രമാണ്. അതിനെ സംരക്ഷിക്കുക. വ്യായാമം ചെയ്യുക. നല്ല ഭക്ഷണം കഴിക്കുക. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. ഒരു സ്ത്രീ നിങ്ങളെ കാണുമ്പോൾ ഇവൻ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് എന്ന് തോന്നണം. അലസന്മാരെ ആർക്കും ഇഷ്ടമല്ല. മടിയന്മാരെ പെണ്ണുങ്ങൾ വെറുക്കുന്നു. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ചുറുചുറുക്കുള്ള പുരുഷന്മാരെയാണ് അവർക്ക് പ്രിയം. നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. ഓരോ നിമിഷവും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇന്ന് നിൽക്കുന്നിടത്തല്ല നാളെ നിൽക്കേണ്ടത്. ഓരോ ദിവസവും അറിവ് നേടുക. ചാണക്യൻ പറയുന്നു, അറിവാണ് ഏറ്റവും വലിയ ശക്തിയെന്ന്. വിഡ്ഢിയായ ഒരു സുന്ദരനേക്കാൾ ബുദ്ധിയുള്ള ഒരു സാധാരണക്കാരനെയാണ് സ്ത്രീകൾ ദീർഘകാലത്തേക്ക് തിരഞ്ഞെടുക്കുക. കാരണം ബുദ്ധിയുള്ളവന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്നവർക്കറിയാം. അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുക, ലോകവിവരം നേടുക, സംസാരിക്കുമ്പോൾ അറിവുള്ള കാര്യങ്ങൾ സംസാരിക്കുക. വെറുതെ പരദൂഷണം പറയുന്ന ആണുങ്ങളെ സ്ത്രീകൾക്ക് പുച്ഛമാണ്. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിങ്ങളുടെ നിലവാരം അവൾ തിരിച്ചറിയണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോ പറയാൻ പഠിക്കുക എന്നതാണ്. അവൾ പറയുന്ന എല്ലാ കാര്യത്തിനും സമ്മതം മൂളേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് ധൈര്യമായി മുഖത്തു നോക്കി പറയുക. സ്വന്തമായി ഒരു അഭിപ്രായമുള്ള പുരുഷനെയാണ് സ്ത്രീകൾ ബഹുമാനിക്കുന്നത്. എല്ലാത്തിനും ശരി പറയുന്നവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നവർ കരുതും. നിങ്ങളൊരു വെല്ലുവിളിയായി മാറണം.
നിങ്ങളെ മനസ്സിലാക്കാൻ അവൾക്ക് സമയമെടുക്കണം. ഒറ്റനോട്ടത്തിൽ വായിച്ചെടുക്കാവുന്ന ഒരു പുസ്തകമാകരുത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവെന്ന് അവൾക്ക് പിടികൊടുക്കരുത്. ഈ നിഗൂഢതയാണ് അവളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ അവളോട് സ്നേഹം കാണിച്ചോളൂ, പക്ഷേ അത് ആവശ്യത്തിൽ കൂടുതലാകരുത്. ഉപ്പില്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ല എന്ന് കരുതി ആരും വാരി വലിച്ചുപ്പിടാറില്ല. അതുപോലെ സ്നേഹവും അളവിൽ കൂടിയാൽ വെറുപ്പിക്കലായി മാറും. നിങ്ങളുടെ സ്നേഹം ഒരു തുള്ളി മരുന്നുപോലെ കൊടുക്കുക, അപ്പോൾ അതിന് വിലയുണ്ടാകും. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചാണക്യൻ ഒരിക്കലും സ്ത്രീകളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് സ്ത്രീകളുടെ ബലഹീനതകൾ മനസ്സിലാക്കി പെരുമാറാനാണ് പഠിപ്പിച്ചത്. ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യം ശ്രദ്ധയാണ് എന്ന് ചാണക്യൻ പറയുന്നു. പക്ഷേ ആ ശ്രദ്ധ നിങ്ങൾ യാചിച്ചു വാങ്ങരുത്, അത് നിങ്ങൾ പിടിച്ചു വാങ്ങണം. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ, നിങ്ങളുടെ വിജയങ്ങളിലൂടെ നിങ്ങൾ ആ ശ്രദ്ധ നേടണം. നിങ്ങളൊരു ഉന്നത വിജയം നേടുമ്പോൾ ആ വിജയം കാണുമ്പോൾ അവൾ താനേ നിങ്ങളെ ശ്രദ്ധിക്കും, അല്ലാതെ അവളുടെ പിന്നാലെ നടന്ന് സമയം കളയരുത്. നിങ്ങളുടെ ജീവിതം എന്നതൊരു വലിയ യാത്രയാണ്. ആ യാത്രയിൽ കൂടെ വരാൻ താൽപ്പര്യമുള്ളവർ വരട്ടെ, അല്ലാത്തവർ പോകട്ടെ എന്ന മനോഭാവം വളർത്തുക. ആർക്കും വേണ്ടി കാത്തു നിൽക്കരുത്, ആർക്കും വേണ്ടി യാത്ര മുടക്കരുത്. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വേഗത കണ്ട് കൂടെ ഓടിയെത്തുന്നവളാണ് നിങ്ങൾക്ക് ചേർന്ന ഇണ, അല്ലാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നവളല്ല. ചാണക്യൻ പറയുന്നു, ഒരു സിംഹം നടക്കുമ്പോൾ നായ്ക്കൾ കുരച്ചേക്കാം, പക്ഷേ സിംഹം തിരിഞ്ഞു നോക്കാറില്ല. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ പലരും നിങ്ങളെ പരിഹസിച്ചേക്കാം, അവഗണിച്ചേക്കാം, പക്ഷേ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ വിജയം കണ്ട് അവർ നിശബ്ദരാകും. പെണ്ണുങ്ങൾ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവൾ നിങ്ങളെ പല രീതിയിൽ പരീക്ഷിക്കും. നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കും, നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ എന്ന് നോക്കും, നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് നോക്കും. ഈ പരീക്ഷണങ്ങളിലെല്ലാം നിങ്ങൾ ജയിക്കണം. അവൾ എന്തു ചെയ്താലും നിങ്ങളെ ബാധിക്കില്ല എന്ന് തെളിയിക്കണം. അതാണൊരു പുരുഷന്റെ വിജയം. ആത്മനിയന്ത്രണമാണ് പുരുഷന്റെ ഏറ്റവും വലിയ ശക്തി. സ്വന്തം മനസ്സിനെ ജയിച്ചവന് ലോകത്തെ ജയിക്കാം. അതുകൊണ്ട് ഇനിയെങ്കിലും കരയുന്നത് നിർത്തുക. സ്നേഹം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നത് നിർത്തുക. നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവനായി മാറുക. അപ്പോൾ സ്നേഹം നിങ്ങളെ തേടി വരും. നിങ്ങളൊരു കാന്തം പോലെയാകുക. ഇരുമ്പ് താനെ നിങ്ങളിലേക്ക് വരും, അല്ലാതെ കാന്തം ഇരുമ്പിന്റെ പിന്നാലെ പോകാറില്ല. ഈ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല. നിങ്ങൾ ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ ആരുടെയും അടിമയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ രാജാവാണ് എന്ന്. ആ വിശ്വാസം നിങ്ങളുടെ മുഖത്ത് കാണണം, നിങ്ങളുടെ നടത്തത്തിൽ കാണണം. അപ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കും, പെണ്ണുങ്ങൾ നിങ്ങളെ ആരാധിക്കും. ഇതാണ് ചാണക്യൻ പഠിപ്പിക്കുന്ന വഴി. ജയിക്കുക, കീഴടക്കുക.